നമസ്കാരം. വ്യക്തി എന്ന നിലയിലല്ല, മുഖ്യമന്ത്രി എന്ന നിലയിലാണ് താൻ കാണാൻ ശ്രമിച്ചത്. ഒടുവിൽ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആവർത്തിച്ചാണ് വ്യക്തമാക്കിയത്. എന്തായാലും സുധാകരൻ നായരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രി അനുമതി നിഷേധിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണ് എന്നും അദ്ദേഹവുമായി സംസാരിച്ചു എന്നാണ് മുഖ്യമന്ത്രി സ്ഥാപിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾക്ക് പിന്നാലെയാണ് സുകുമാരൻ നായർ പ്രതികരണവുമായി രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി തന്നെ കാണുമെന്ന് പറയുന്നത് ഇനി ഫോട്ടോയിൽ മാത്രമായിരിക്കുമെന്നായിരുന്നു സുകുമാരൻ നായരുടെ പരിഹാസം. ബഡ്ജറ്റിൽ തിരക്കായതുകൊണ്ടാണ് കാണാൻ കഴിയാതിരുന്നത് എങ്കിൽ അത് അന്നു തന്നെ പറയാമായിരുന്നു. ഇപ്പോൾ ന്യായീകരണം പറയുന്നതിൽ കാര്യമില്ല എന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു. താൻ കണ്ടു പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം കഴിഞ്ഞെന്നും തനിക്കിനി ആരെയും കാണേണ്ടതില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ NSS നേതൃത്വം അനുമതി തേടിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും തിരിച്ചു വിളിച്ചിരുന്നു. എന്നാൽ കാണാനുള്ള തീയതിയോ സമയവുമോ അറിയിച്ചിരുന്നില്ല എന്നും സുകുമാരൻ നായർ പറഞ്ഞു. VD സതീശനല്ല, മുഖ്യമന്ത്രി എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചതെന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു. അതേസമയം സുകുമാരൻ നായരെ കാണാൻ അനുമതി നിഷേധിച്ചു എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയത്. ബഡ്ജറ്റ് തിരക്കുകൾക്കിടയിൽ അദ്ദേഹം തന്റെ PA വിളിച്ചിരുന്നു എന്നും പിന്നീട് താൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് സംസാരിക്കുകയും കാണാമെന്ന് സമ്മതിക്കുകയും ചെയ്തതായാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. എന്നാൽ 2 ദിവസത്തിനു ശേഷം താൻ അനുമതി നൽകിയില്ലെന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു. നേതാക്കളെ കാണുന്നത് എപ്പോഴും പരസ്യമായിട്ടാണെന്നും അനുമതി നിഷേധിച്ചാൽ മാത്രമാണ് അത് വാർത്തയാക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഹിന്ദു ഐക്യവേദി നേതാക്കളെ കണ്ടത് ഒളിച്ചല്ലെന്നും താൻ അവരെ മുറിയിലിരുത്തിയാണ് സംസാരിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തനിക്കെതിരെ വ്യാപക പ്രചരണം നടത്തിയവർ ഉൾപ്പെടെയുള്ളവരാണ് നിവേദനം നൽകാൻ വന്നത്. അവരെ കാണാൻ പറ്റില്ലെന്ന് പറയാൻ കഴിയില്ല. താൻ ഒരു വിഭാഗത്തിന്റെ മാത്രം പ്രതീതിയല്ല. അതിനാൽ കാണാൻ വരുന്നവരോട് സംസാരിക്കാതിരിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന NGO യൂണിയൻ നേതാക്കളും CPM അനുകൂല അധ്യാപക സംഘടനകളും താൻ ഹിന്ദു ഐക്യവേദി നേതാക്കളെ ഇരുത്തി അതേ കസേരയിൽ വന്നിരുന്നിട്ടുണ്ട് എന്നും സതീശൻ കൂട്ടിച്ചേർത്തു. പിണറായി വിജയൻ പണ്ട് RSS നേതാക്കളെ മസ്കറ്റ് ഹോട്ടലിൽ ഒളിച്ചു കണ്ടതുപോലെയല്ല താൻ നേതാക്കളെ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി ആലുവയിലെ വസതിയിൽ വന്ന് കണ്ടിരുന്നു. അതുപോലെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ കാര്യങ്ങൾ സംസാരിക്കാൻ വന്നിട്ടുണ്ട്. കൂടാതെ നിരവധി ബിഷപ്പുമാരും സമസ്തയുടെ നേതാക്കളും തങ്ങളുടെ സാമൂഹിക പ്രശ്നങ്ങൾ, സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ വരാറുണ്ട് എന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. ആര് വന്നാലും അവർക്ക് പറയാനുള്ളത് കേൾക്കുക എന്നത് ഒരു ജനപ്രതിനിധിയുടെ കടമയാണ്. ഇത്തരം കൂടിക്കാഴ്ചകൾ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു.